19 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ കേരള കർണാടക മുഖ്യമന്ത്രിമാരായ കെ കരുണാകരനും വീരപ്പ മൊയ്ലിയും സംയുക്തമായാണ് ബൈരംകുപ്പ പാലം നിർമ്മാണത്തിന് തോണിക്കടവിൽ തറക്കല്ലിട്ടത്. ബൈരംകുപ്പയിൽ പാലം നിർമ്മിച്ചാൽ കുടിയേറ്റ മേഖലയായ പുൽപ്പള്ളിയിലുള്ളവർക്ക് എളുപ്പത്തിൽ കർണാടകയിലെ മൈസൂർ, കുടക്, ഗുണ്ടൽപേട്ട ഭാഗങ്ങളിൽ എത്തിച്ചേരാനാകും. പുൽപ്പള്ളിയിലുള്ളവരും ബൈരംകുപ്പക്കാരും തോണിയിലാണിപ്പോൾ മറുകര എത്തുന്നത്. മഴക്കാലങ്ങളിൽ കബനിലൂടെയുള്ള തോണിയാത്ര ഏറെ ദുഷ്കരവും. തോണിയെ ആശ്രയിച്ച് മറുകരയെത്തുന്ന വിദ്യാർത്ഥികൾ മഴക്കാലത്ത് സ്കൂളിലേക്ക് പോകാനാവാത്ത സ്ഥിതിയും. ജനങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ വെള്ളമാണ്. വെള്ളം കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തോണിക്ക് പോകാൻ പാടില്ല. തോണി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പേടിയാണ്. അതാണ് അവസ്ഥ ഇവിടുത്തെ. പാലം നിർമ്മാണത്തിനായി 8 കോടിയോളം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെങ്കിലും പദ്ധതിക്കെതിരെ കർണാടക വനം വകുപ്പ് രംഗത്ത് വന്നതോടെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനായില്ല. ചിലയിടങ്ങളിൽ വനമേഖലയിലൂടെ പാത കടന്നുപോകുന്നതിനാലായിരുന്നു വനം വകുപ്പിന്റെ തടസ്സവാദം. ഇതേ തുടർന്ന് ഇരു സർക്കാരുകളും നിരവധി ചർച്ചകൾ നടത്തിയെങ്കിലും പ്രശ്നപരിഹാരം ഉണ്ടാകാതെ വന്നതോടെയാണ് പദ്ധതി താൽക്കാലികമായി ഉപേക്ഷിക്കാൻ സർക്കാർ തീരുമാനമെന്നാണ് അറിയുന്നത്. തോണിക്കടവിൽ കബനിക്ക് കുറുകെ പാലം വേണമെന്ന പ്രദേശവാസികളുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. എന്നാൽ ഇത് തറക്കല്ലിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ എവിടെയും എത്തിയിട്ടില്ല. തോണിക്കടവിൽ നിന്ന് ക്യാമറാമാൻ സുഭാഷിനൊപ്പം എസ് വിനേഷ് കുമാർ, ഇന്ത്യ വിഷൻ.